ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഈ നിലയിൽ കൂടുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ സമയത്തിനായി സ്തോത്രം. നാം ഈ നാളുകളിൽ റോമാലേഖനത്തിൽ നിന്നും ചില വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ കഴിഞ്ഞ ആഴ്ചയും നാം ഒന്നിച്ച് കടന്നു വരുവാനും മനുഷ്യകുലത്തിന്റെ പാപാവസ്ഥ എന്നുള്ള ആ വിഷയം, അല്ലെങ്കിൽ മനുഷ്യന്റെ പാപാവസ്ഥ, നാം ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങളിൽ നിന്നും നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നാം അതേ തുടർന്ന് മറ്റൊരു വിഷയം നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് റോമാലേഖനത്തിൽ നാം കാണുന്ന നീതീകരണം എന്നുള്ള വിഷയം. നീതീകരണം. അതിനാധാരമായിട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ചില വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി പെരുമാറാകട്ടെ. നാം ഓർത്തതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പാപം സംബന്ധിച്ചുള്ള വിഷയമാണ് നാം പഠിക്കുവാനായിട്ട് ഇടയായത്. തിരുവചനത്തിൽ നിന്നും പാപത്തിന്റെ അർത്ഥം, അതുപോലെ തന്നെ പാപത്തിന് തിരുവചനത്തിൽ കാണുന്ന പല ഉദാഹരണങ്ങൾ, അതുപോലെ പാപത്തിന്റെ സ്വഭാവം, റോമാലേഖനത്തിൽ നിന്ന് ചില വാക്കുകൾ നാം കണ്ട് അത് കാണുകയായിരുന്നു. അതിനുശേഷം ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവം, ഈ കാര്യങ്ങളൊക്കെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. അപ്പോൾ പാപം സംബന്ധിച്ച് നാം കണ്ടെങ്കിൽ ന്യായമായും ദൈവത്തിന്റെ നീതി സംബന്ധിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നീതി സംബന്ധിച്ചുള്ള വിഷയമാണ് നാം അടുത്തതായി മനസ്സിലാക്കേണ്ടത്. പൗലോസും ഈ പാപത്തെക്കുറിച്ച് ആദ്യ ഭാഗങ്ങളിൽ കാട്ടിയതിനു ശേഷം ഇപ്പോ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നീതീകരണത്തെക്കുറിച്ച് താൻ പറയുകയാണ്. നീതീകരണത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ ആദ്യത്തെ പരാമർശം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ. കഴിഞ്ഞ ആഴ്ച നാം പാപത്തെക്കുറിച്ച് കണ്ടു. പാപത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം 3-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 10-ാം വാക്യത്തിലായിരുന്നു. എന്നാൽ നീതീകരണം 9-ാം വാക്യത്തിലായിരുന്നു. മലയാളത്തിൽ അത് 9-ാം വാക്യമായിട്ട് വരും. എന്നാൽ നീതീകരണം സംബന്ധിച്ച് ആദ്യമായിട്ടുള്ള പരാമർശം 3-ാം അധ്യായം 20-ാം വാക്യത്തിലാണ്. 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആ വാക്ക് താൻ കൊണ്ടുവന്നതിന് ശേഷം തുടർന്നുള്ള വാക്യങ്ങളിൽ 4-ാം അധ്യായവും 5-ാം അധ്യായവും ഒക്കെ, 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരെയും ഈ കാര്യത്തിന്റെ വിശദീകരണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാം അതിൽ പ്രധാനമായിട്ടും നാം പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുവാനായിട്ടാണ് പോകുന്നത്. നാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം നാം ഓർക്കേണ്ടത്, നീതീകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ള കാര്യം.
ആ നീതീകരണം എന്നുള്ള ഈ വിഷയം, ഈ പ്രധാനപ്പെട്ട വിഷയം പുതിയ നിയമത്തിൽ പൗലോസ് മാത്രമേ അതേക്കുറിച്ച് പറയുന്നു എന്നുള്ളത് നമ്മെ അതിശയിപ്പിക്കേണ്ട. പത്രോസും യോഹന്നാനും ലൂക്കോസും ഒക്കെ എത്രയോ എഴുതി. എന്നാൽ അവരുടെ എഴുത്തുകളിലൊന്നും ഈ നീതീകരണം എന്നുള്ള ഈ വാക്ക് രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. പൗലോസ് മാത്രമാണ് ഈ സംഗതിയെ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോഴും ഏതാണ്ട് 3 പ്രാവശ്യം നീതീകരണം, നീതി എന്നുള്ള വാക്ക് നാം കാണുന്നുണ്ട്. എന്നാൽ യാക്കോബ് അതേക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിലാണ് താൻ അത് ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ മുൻപാകെയുള്ള അല്ലെങ്കിൽ പ്രവൃത്തിയാലുള്ള നീതിയെക്കുറിച്ചാണ് താൻ അവിടെ പറയുന്നതായി നാം കാണുന്നത്. ആ രക്ഷയിലേക്കുള്ള നീതീകരണത്തെക്കുറിച്ചല്ല. പിന്നെ രക്ഷിക്കപ്പെട്ടവർ പ്രായോഗികമായി കാട്ടേണ്ട നീതിയാണ് പ്രധാനമായിട്ടും താൻ അവിടെ പറയുന്നതായി നാം കാണുന്നത്. എന്നാൽ രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് മാത്രമാണ് പറയുന്നത്. പൗലോസിന്റെ എഴുത്തുകളിൽ 29 പ്രാവശ്യം നമുക്കത് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. 29 പ്രാവശ്യം. ആ 29 പ്രാവശ്യം താൻ ഉപയോഗിക്കുന്നതിൽ 17 പ്രാവശ്യവും റോമാലേഖനത്തിൽ തന്നെ. 17 പ്രാവശ്യവും റോമാലേഖനം. പിന്നെ 8 പ്രാവശ്യം ഗലാത്യ ലേഖനത്തിൽ. നമുക്കറിയാം ഗലാത്യ ലേഖനവും റോമാലേഖനവും ഈ രക്ഷ സംബന്ധിച്ചുള്ള, വിശ്വാസത്താലുള്ള രക്ഷ സംബന്ധിച്ചുള്ള ഉപദേശമാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 ലേഖനത്തിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. റോമാലേഖനത്തിൽ ഏതാണ്ട് 17 പ്രാവശ്യം, ഗലാത്യ ലേഖനത്തിൽ ഏതാണ്ട് 8 പ്രാവശ്യം. അപ്പോൾ 29 പ്രാവശ്യമാണ് ആകെ താൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ള 3-4 പ്രാവശ്യം മറ്റുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പൗലോസാണ് ഈ ഉപദേശം നൽകുന്നതായി, അല്ലെങ്കിൽ ദൈവജനത്തിന് ഈ അനുഗ്രഹിക്കപ്പെട്ട വിഷയം അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നാം പറയുമ്പോൾ മറ്റൊരു കാര്യവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഏറെ ആവശ്യമാണ്. പുതിയ നിയമ വെളിപ്പാടിൽ പൗലോസിനുള്ള പങ്ക് തുല്യമില്ലാത്തതാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പഴയ നിയമത്തിൽ, ഞാൻ ഈ ക്ലാസ്സുകളിൽ വല്ലതും പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ, എനിക്ക് ഓർക്കുന്നില്ല. പഴയ നിയമത്തിൽ മോശയ്ക്കുള്ള സ്ഥാനമാണ് പുതിയ നിയമത്തിൽ വെളിപ്പാടുകളെ സംബന്ധിച്ചിടത്തോളം, വചനത്തിന്റെ വെളിപ്പാട് സംബന്ധിച്ച് മോശയ്ക്ക് പഴയ നിയമത്തിലുള്ള സ്ഥാനമാണ് പുതിയ നിയമത്തിൽ പൗലോസിനുള്ളത്. മോശയ്ക്ക് പഴയ നിയമത്തിലുള്ള സ്ഥാനം നമുക്കറിയാം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശയിക ഗ്രന്ഥങ്ങൾ മോശ മുഖാന്തരം ലഭിച്ചവയാണ്. തുടർന്നുള്ള ഗ്രന്ഥങ്ങളെല്ലാം, പഴയ നിയമത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം അതിനെ അടിസ്ഥാനപ്പെട്ടുള്ളതാണ്. അതുപോലെ പൗലോസിന്റെ ഉപദേശങ്ങളാണ് പുതിയ നിയമ വെളിപ്പാടിന്റെ അടിസ്ഥാനം. സാധാരണ ഇങ്ങനെയും ഒരു പ്രസ്താവന നാം അതോട് ചേർത്ത് പറയാറുണ്ട്. അതിതാണ്, പൗലോസ് പറയാത്തതായിട്ടുള്ള ഒന്നും മറ്റാരും പറഞ്ഞിട്ടില്ല. പൗലോസ് പറയാത്തതായിട്ടുള്ള മറ്റൊന്നും മറ്റ് എഴുത്തുകാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പറയുമ്പോ നാം ഓർക്കും, വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും പൗലോസിലൂടെ നാം കാണുന്നില്ലല്ലോ. ഇല്ല, വിശദീകരണങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന വിശദീകരണങ്ങൾ കർത്താവിന്റെ നാളിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. കർത്താവിന്റെ നാളിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പൗലോസ് പറയാത്തതൊന്നും മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ രക്ഷ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഈ നീതീകരണത്തെക്കുറിച്ചുള്ളത് പൗലോസ് മാത്രമാണ് നമ്മുടെ മുൻപാകെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇന്ന് നാം ഈ ക്ലാസ്സിൽ ഈ വിഷയം സംബന്ധിച്ച് പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നീതീകരണത്തിന്റെ അർത്ഥം. രണ്ടാമത്, നീതീകരണത്തിന്റെ വെളിപ്പാട്. മൂന്നാമത്, നീതീകരണത്തിന്റെ മാർഗം. അതിന്റെ അർത്ഥം, അതിന്റെ വെളിപ്പാട്, അതിനുള്ള മാർഗം. ഒന്നാമത്തത്, അതിന്റെ അർത്ഥം നോക്കുക. നീതീകരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നാം തിരുവചനം നോക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം സംബന്ധിച്ച് ഏർപ്പെട്ട രീതി പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവൻ ആ പാപത്തെ വഹിച്ചു തന്റെ ശരീരത്തിൽ
മാത്രമല്ല അവൻ ആ പാപത്തെ ക്ഷമിക്കുന്നു, പരിഹരിക്കുന്നു, ഓർക്കുന്നില്ല തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, നീതീകരണം അതിനേക്കാളൊക്കെ കവിഞ്ഞു ചെല്ലുന്നതാണ്. നമുക്കിങ്ങനെ പറയാം, ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിച്ചു എന്ന് നാം വിചാരിക്കുക, അത് വലിയ കാര്യം, ആ സംശയമില്ല. ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിച്ചു, അല്ലെങ്കിൽ മായിച്ചു കളഞ്ഞു, വിശുദ്ധീകരിച്ചു, അതൊക്കെ നാം പറയുമ്പോ നാം ഒരു കാലത്ത് ആ പാപം ചെയ്തിരുന്നു, എന്നാൽ നമുക്കെതിരെ ഉണ്ടായിരുന്ന ആ ചാർജുകളൊക്കെ ദൈവം നീക്കി പുത്രൻ മുഖാൻ. അപ്പൊ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നാം പാപം ചെയ്തു, ദൈവം നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുമ്പോ നമുക്ക് പാപമുണ്ടായിരുന്നു, അതൊരു ഭാരമായിരുന്നു, അവൻ അത് വഹിച്ചു തീർത്തു. അതുപോലെ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതായിരുന്നു, അവനത് പരിഹരിച്ചു. ഇങ്ങനെ നാം പാപികളായിരുന്നു, എന്നാൽ നമ്മുടെ പാപത്തെ അവൻ കരുണയോടെ കൃപയോടെ അതിനോട് ഏർപ്പെട്ടു എന്നതാണ് നാം മറ്റുള്ള വാക്കുകളിൽ പ്രയോഗങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നീതീകരണം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അതിനേക്കാളൊക്കെ കവിഞ്ഞു ചെല്ലുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്താണ് നീതീകരണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നീതീകരണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നാം പാപം ചെയ്തിട്ടേ ഇല്ല എന്ന് ദൈവിക കോടതിയിൽ, സ്വർഗത്തിലെ കോടതിയിൽ നൽകുന്ന വിധിയാണ്, ഡിക്ലറേഷന്, വിളംബരമാണ്. സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കോർട്ടിൽ, ആ കോടതിയിൽ നാം പാപം ചെയ്തിട്ടേ ഇല്ല എന്ന് വിധിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതാണ്, വിധി പറയുന്നതാണ് ഈ നീതീകരണം എന്ന് പറയുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ മറ്റെല്ലാം നാം പാപം ചെയ്തു, അതിന് പരിഹാരമായി എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇവിടെ നാം പാപം ചെയ്തിട്ടേ ഇല്ല, അത് എത്രയോ വലിയ കാര്യം. നാം ഓർക്കുക, നമ്മെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എത്രയോ പാപം ചെയ്തു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെയും ചെയ്യുക അല്ലേ? എന്നാൽ നാം ഒരിക്കലും പാപം ചെയ്തിട്ടേ ഇല്ല, നാം നീതിമാന്മാരാണെന്ന് സ്വർഗം വിധിക്കുക, അതാണ് നീതീകരണം. അതെത്രയോ വലിയ ഉന്നതമായിട്ടുള്ള കാര്യമാണ്. അത് പുത്രൻ മുഖാന്തരം സാധിച്ച കാര്യമാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോ നീതീകരണം എന്ന് പറയുമ്പോ നമ്മുടെ പാപത്തെ നീക്കി നമ്മളെ നീതിമാന്മാരാക്കുന്നതല്ല, പിന്നെ നാം പാപം ചെയ്തിട്ടേ ഇല്ല എന്നുള്ള വിധി പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ്, ഡിക്ലെയർ ചെയ്യുന്നതാണ്, പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഈ നീതീകരണം എന്ന് പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയും ഈ നീതീകരണത്തിന്റെ വെളിപ്പാട് അത് സംബന്ധിച്ച് എന്ത് പൗലോസ് ഇവിടെ പറയുന്നു എന്നുള്ളത് നോക്കുക. 21 വാക്യം, 3-ാം അധ്യായം 21 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. 20-ാം വാക്യം നാം പരാമർശിക്കുകയുണ്ടായി, അവിടെയാണ് ആദ്യം നീതീകരണം എന്നുള്ള വാക്ക് പ്രത്യക്ഷമാകുന്നത്. 20-ാം വാക്യത്തിൽ നാം കണ്ടത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇനി 21-ാം വാക്യം നോക്കുക, അവിടെ തൊട്ട് 23-ാം വാക്യം വരുന്ന വായിക്കുമ്പോൾ ഈ നീതീകരണത്തിന്റെ വെളിപ്പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നാം ഇങ്ങനെയാണ് കാണുന്നത്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നോക്കുക, നീതീകരണം വെളിപ്പെട്ടു വന്നിരിക്കുന്നു, യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നാം 1-ാം അധ്യായം 18-ാം വാക്യം വായിച്ചപ്പോൾ മറ്റൊരു വെളിപ്പാട് നാം ശ്രദ്ധിക്കുകയുണ്ടായി. 1-ാം അധ്യായം 18-ാം വാക്യം, അവിടെ എന്താണ് നാം കണ്ടത്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതായിരുന്നു ആദ്യത്തെ വെളിപ്പാട്. പാപത്തിനെതിരെ ദൈവത്തിന്റെ കോപം, അത് നമ്മുടെ മേൽ വീഴേണ്ടിയിരുന്ന കോപമായിരുന്നു. പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവൻ ജീവനെ കാണുകയില്ല. ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അതേ കാര്യം തന്നെ ഇവിടെയും നാം കാണുന്നത്.
ആ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതായിരുന്നു ആദ്യത്തെ വെളിപ്പാട്. എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇവിടെ മറ്റൊരു വെളിപ്പാടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. ഇവിടെ ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോ ഈ നീതീകരണത്തെ കുറിച്ചാ, ദൈവത്തിന്റെ സ്വഭാവം എന്നുള്ള നീതിയെ കുറിച്ചല്ല. നമുക്കവൻ നൽകുന്ന നീതീകരണം, നമ്മെക്കുറിച്ച് അവൻ പ്രഖ്യാപിക്കുന്ന നീതീകരണം, അതേക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തിരുവചനം വായിക്കുമ്പോ ഈ വെളിപ്പെടുത്തൽ ദൈവത്തിൽ നിന്നും പാപികളെ നീതീകരിക്കുന്ന ഈ വസ്തുത നമ്മെ അതിശയിപ്പിക്കേണ്ടതാണ്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. അതിന്റെ അവസാന ഭാഗം മാത്രം വായിക്കാം. ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. ദൈവത്തിന്റെ വാക്കുകളാണ്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. ദൈവം പറയുക, ഞാൻ ദുഷ്ടനെ അല്ലെങ്കിൽ പാപിയെ ഞാൻ ഒരിക്കലും നീതീകരിക്കയില്ല. സദൃശവാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. സദൃശവാക്യം 17-ാം അധ്യായം. സദൃശവാക്യം 17-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നോക്കുക. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതീകരിക്കുന്നവനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. നോക്കുക, ദുഷ്ടനെ നീതീകരിക്കുന്നവൻ യഹോവയ്ക്ക് വെറുപ്പ്. ദുഷ്ടൻ എന്ന് പറയുമ്പോൾ പാപി. ഇനി 24-ാം അധ്യായത്തിലേക്ക് വരിക. ആ സദൃശവാക്യം 24-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നോക്കുക. അവിടെ നാം എന്താണ് കാണുന്നത്? ദുഷ്ടനോട് നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ മനുഷ്യനും വെറുക്കും. നാം ആദ്യം കണ്ടത് ദൈവം നൽകുന്ന പ്രഖ്യാപനമാണ്, ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ല. രണ്ടാമത് നാം കണ്ട വാക്യത്തിൽ കണ്ടത് അങ്ങനെയുള്ളവനെ അല്ലെങ്കിൽ ദുഷ്ടനെ നീതീകരിക്കുന്നവനെ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഇപ്പൊ ഒടുവിൽ നാം കണ്ട വാക്യത്തിൽ കണ്ടത് ദുഷ്ടനോട് നീതിമാൻ എന്ന് പറയുന്നവനെ മനുഷ്യനും വെറുക്കുന്നവൻ. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോ പാപിക്ക് നീതീകരണം അസാധ്യമാണ്. ദൈവത്താൽ നീതീകരണം ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന, ഈ പഴയ നിയമത്തിൽ ഇതൊക്കെ പറഞ്ഞ അതേ ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള വർണ്ണന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ നാം കാണുന്നത്? റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇവിടെ നോക്കുക, ഒരു പ്രയോഗം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രയോഗം. അഭക്തനെ നീതീകരിക്കുന്നവൻ. അഭക്തനെ നീതീകരിക്കുന്നവൻ. ദുഷ്ടൻ, അഭക്തൻ, ഇവയൊക്കെ പാപികൾക്കുള്ള പല വാക്കുകളാണ്. അഭക്തനെ നീതീകരിക്കുന്നവൻ അല്ലെങ്കിൽ പാപിയെ നീതീകരിക്കുന്നവൻ, ദുഷ്ടനെ നീതീകരിക്കുന്നവൻ. പഴയ നിയമത്തിൽ നാം കണ്ടത് ആ നീതീകരണം അസാധ്യമാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവം, പറഞ്ഞ ദൈവം തന്നെ പാപിയെ നീതീകരിക്കുന്നവനാണ്. അഭക്തനെ നീതീകരിക്കുന്നവൻ ദൈവത്തിനുള്ള വിവരണമാണ്. എന്നാൽ തിരുവചനത്തിന് മാറ്റം വന്നുകൂടാ. അങ്ങനെ അഭക്തനെ നീതീകരിക്കണമെങ്കിൽ ദൈവത്താൽ വെറുക്കപ്പെടണം, മനുഷ്യനാൽ അറക്കപ്പെടണം. ക്രിസ്തുവിൽ അത് നമുക്ക് നിവൃത്തിയായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നുള്ള കാര്യം നാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അവൻ ദൈവത്താൽ അറയ്ക്കപ്പെടണം, മനുഷ്യനാൽ വെറുക്കപ്പെടണം എന്ന് പറഞ്ഞെങ്കിൽ ക്രിസ്തുവിനെ ക്രൂശിൽ നാം കാണുന്നത് ആ അവസ്ഥയിലാ. അവൻ വെറുക്കപ്പെട്ടു, ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു, തനിക്കുള്ളവരാൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നു. അങ്ങനെ നീതീകരണം സാധ്യമാക്കി. പഴയ നിയമത്തിൽ അസാധ്യമായിരുന്നുവെങ്കിൽ പുത്രനിൽ അത് വെളിപ്പെടുന്നു. പുത്രനിൽ അത് വെളിപ്പെടുന്നു. വെളിപ്പെടുക എന്നുള്ള വാക്ക് നാം 21-ാം വാക്യത്തിൽ കണ്ടു. റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. അതിന്റെ അവസാനം നാം കണ്ടത് ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ
വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പുത്രൻ മുഖാന്തരം ഇതാ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അത് മാത്രമല്ല, അങ്ങനെ വെളിപ്പെട്ടു വന്ന ആ വസ്തുതയ്ക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. 22-ാം വാക്യത്തെ നമ്മൾ കാണും, 3:22. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറയുമ്പോ പഴയ നിയമത്തെ കാണിക്കുന്നതാ. ന്യായപ്രമാണം എന്ന് പറയുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പ്രവാചകന്മാരെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും ചേർന്നുള്ളതാണ്. യഹൂദ ക്രമം അനുസരിച്ച് ചരിത്ര പുസ്തകങ്ങളും അവർ പ്രവചനങ്ങളിൽ പെടുത്തും. പഴയ നിയമത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് ആ ന്യായപ്രമാണം, അതുപോലെ പ്രവചനം, അതുപോലെ സങ്കീർത്തനം, ഇങ്ങനെയായിരുന്നല്ലോ. കാവ്യങ്ങളായിട്ടുള്ളവയൊക്കെ സങ്കീർത്തനങ്ങളിൽ പെടും. ന്യായപ്രമാണത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പെടും, ബാക്കിയുള്ളതെല്ലാം ആ പ്രവചനങ്ങളിൽ പെടുന്നതാണ്. അതിനുള്ളിൽ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഞാനത് പൊതുവെ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചരിത്ര പുസ്തകങ്ങളും പ്രവചനങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം പറയുന്നു എന്ന് പറയുന്നത് പഴയ നിയമത്തെ പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എന്ന് വെച്ചാൽ പഴയ നിയമവും ഇക്കാര്യത്തിന് സാക്ഷ്യം പറയുന്നു. ഇക്കാര്യം ഇനി 4-ാം അധ്യായത്തിൽ തന്നെ വിശദീകരിക്കും. എന്താ 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്? 2 പേരുടെ ഉദാഹരണം നാം അവിടെ കാണുന്നു. ആരൊക്കെയാണ്? നോക്കുക, 4-ാം അധ്യായം 1-ാം വാക്യം. നാം അത് വിശദീകരിക്കുകയില്ല, ഞാനത് പരാമർശിച്ചിട്ട് മുൻപോട്ട് പോവുകയാണ്. 1-ാം വാക്യം നാം കാണുന്നത്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം പിന്നെ താഴേക്ക് വരുമ്പോൾ താൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കാര്യം പറയുക. അബ്രഹാമിന്റെ കാര്യം. ഈ അബ്രഹാമിന്റെ കാര്യം പഴയ നിയമത്തിൽ എവിടെ നാം കാണുന്നു? ആ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. ന്യായപ്രമാണം. അപ്പോൾ ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്ന ന്യായപ്രമാണം. ഇനിയും അടുത്ത ഉദാഹരണം എന്താണ്? അടുത്ത ഉദാഹരണം നാം കാണുന്നത് 6-ാം വാക്യത്തിലാണ്. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കെടുത്ത മനുഷ്യന്റെ ഭാഗ്യം പിന്നെന്താ? ദാവീദും വർണ്ണിക്കുന്നു തുടങ്ങി അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യ ഭാഗ്യവാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ താഴേക്ക് പറയുന്നത് നാം കാണുന്നുണ്ട്. ദാവീദിനെ കുറിച്ചുള്ള പരാമർശവും കാണുന്നു. പഴയ നിയമത്തിൽ ദാവീദിനെ നാം എവിടെ കാണുന്നു? ചരിത്ര പുസ്തകങ്ങളിൽ. അതുപോലെ ഈ കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. 32-ാം സങ്കീർത്തനത്തിനുള്ള ഉദാഹരണിയാണല്ലോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഈ കാര്യത്തിന്, അല്ലെങ്കിൽ നീതീകരണത്തിന്റെ കാര്യത്തിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ കാര്യം 4-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: കർത്താവ് മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം നീതീകരണം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതേക്കുറിച്ച് പഴയ നിയമം തിരുവെഴുത്തുകൾ സാക്ഷ്യവും പറയുന്നു. നാം ആദ്യം കണ്ടത് ഇതിന്റെ അർത്ഥമാണ്. ഇപ്പൊ നാം കണ്ടത് ഇതിന്റെ വെളിപ്പാടാണ്. ഇനി നാം കാണാനായിട്ട് ആവശ്യമുള്ളത് ഇതിന്റെ മാർഗം, എങ്ങനെ നീതീകരണം നമുക്ക് എത്തുന്നു. വിശ്വാസത്താലാണ് നമ്മുടെ വശത്തു നിന്നും. എന്നാൽ ദൈവത്തിന്റെ വശത്തു നിന്നും, കർത്താവിന്റെ വശത്തു നിന്നും എന്തെല്ലാം ഇതിൽ ആവശ്യമായി വന്നു. 3 വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കും. 3 വാക്കുകൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ ഉള്ള വാക്കാണ്. 24-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു വാക്ക് വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക്. വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ്. 2-ാമത്തെ വാക്ക് 25-ാം വാക്യത്തിൽ നിന്നുള്ള വാക്ക്. അവിടെ നാം കാണുന്ന വാക്ക് പ്രായശ്ചിത്തം എന്നുള്ള വാക്ക്. പ്രായശ്ചിത്തം. 3-ാമത്തെ വാക്ക് 26-ാം വാക്യത്തിൽ നിന്നുള്ള വാക്ക്. അവിടെ നാം കാണുന്ന വാക്ക് നീതീകരിക്കുന്നവൻ, നീതീകരണം എന്നുള്ള വാക്ക്. ദൈവസന്നിധിയിൽ നിന്നും എങ്ങനെ ഈ നീതീകരണം നമുക്ക് എത്തുവാൻ കാരണമായി തീർന്നു? ഈ 3 വാക്കുകളാണ് അതിന് ആധാരമായിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. ക്രിസ്തു നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. ക്രിസ്തു നമുക്ക് നീതീകരണമായി തീർന്നു. ഇതാണ് നീതീകരണത്തിന്റെ മാർഗം. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കും. കർത്താവ് നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. അവൻ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. അവൻ നമുക്ക് നീതീകരണമായി തീർന്നു. ഇതാണ് നീതീകരണത്തിന്റെ മാർഗം. നമ്മുടെ വശത്ത് നിന്നും
വിശ്വാസത്തല്ല. എന്നാൽ നാം കാണുന്നത് മറ്റേ വശത്ത് നിന്നാ, ദൈവത്തിൽ നിന്നും എങ്ങനെ ഇത് നമുക്ക് നീതീകരണത്തിന് സാധ്യതയുണ്ടായി എന്നുള്ളതാണ്. പുത്രൻ നമുക്ക് വീണ്ടെടുപ്പും പ്രായശ്ചിത്തവും നീതീകരണവുമായിട്ട്. അത് നിമിത്തമാണ് നീതീകരണം സാധ്യമായി തീർന്നത്. വേറൊരു പ്രയോഗവും ഇതോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാം 21 വാക്യത്തിലേക്ക് വരിക. 21 വാക്യം, അവിടെ കാണുന്ന ഒരു പ്രയോഗം, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രയോഗം നാം കാണുന്നുണ്ട്. 21 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ മധ്യത്തിലുള്ള പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം. യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. എങ്ങനെയാണ് ദൈവനീതി സാധ്യമായത്? അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും നമുക്ക് നീതി സാധ്യമായത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം. എന്താ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത്? യേശുക്രിസ്തുവിൽ നമുക്കുള്ള വിശ്വാസത്തെ കുറിച്ചല്ല, അതിന് തൊട്ട് മുകളിൽ പറയുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അവനിൽ നാം കാണുന്ന വിശ്വാസം. ഇവിടെ വിശ്വാസം എന്നുള്ളത് വിശ്വസ്തത എന്ന് നാം മനസ്സിലാക്കണം. വിശ്വസ്തത. യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം എന്നുള്ള പ്രയോഗം യേശുക്രിസ്തുവിലുള്ള വിശ്വസ്തത എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസം എന്ന വാക്കിന് 3 അർത്ഥങ്ങളെങ്കിലും പുതിയ നിയമത്തിൽ നാം കാണുന്നു. വിശ്വാസം എന്ന വാക്കിന് 3 അർത്ഥങ്ങളെങ്കിലും പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. ഒന്ന്, ആശ്രയിക്കുക. നാം സാധാരണ ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ അവനിൽ ആശ്രയിക്കുന്ന, അവനായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആശ്രയം എന്ന് പറയും. അതൊരർത്ഥം. നാം യൂദയുടെ ലേഖനം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരർത്ഥത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വിശ്വാസികൾക്ക്, ആ വിശുദ്ധന്മാർക്ക് എന്നേക്കും ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് നാം അവിടെ കാണുന്നു. അവിടെ എന്താ വിശ്വാസം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമ്മുടെ ആശ്രയത്തെക്കുറിച്ചല്ല, നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് അവിടെ പറയുന്നത് വിശ്വാസ പ്രമാണം എന്നുള്ള അർത്ഥം. വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസത്തിന് ആശ്രയം എന്നർത്ഥമുണ്ട്, വിശ്വാസത്തിന് വിശ്വാസ പ്രമാണം എന്നർത്ഥമുണ്ട്. മറ്റൊരർത്ഥം വിശ്വസ്തത എന്നുള്ളതാണ്. വിശ്വസ്തത. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണെന്ന് തോന്നുന്നു. നാം നോക്കുമ്പോൾ അവിടെ ദൈവഭക്തി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നാം പിന്തുടരേണ്ട കാര്യം പറയുന്നുള്ളൂ. അവിടെ വിശ്വാസം എന്ന പ്രയോഗവും നാം കാണുന്നു. അവിടെ നാം പിന്തുടരേണ്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയെക്കുറിച്ചാണ്. നമ്മിൽ വിശ്വസ്തത കാണപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വിശ്വാസത്തിന് വിശ്വസ്തതയെന്നും അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് 3 അർത്ഥങ്ങൾ. 1, ആശ്രയം. 2, വിശ്വാസ പ്രമാണം. 3, വിശ്വസ്തത. അത് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി ഈ വിശ്വാസം എന്ന് കാണുമ്പോൾ അർത്ഥം എന്താണെന്ന് നാം മനസ്സിലാക്കുവാൻ ആവശ്യം. ഇവിടെ നാം കാണുന്നത് എന്താണ്? ഇവിടെ നാം കാണുന്ന പ്രയോഗം യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം. ഇത് നാം യേശുക്രിസ്തുവിന്റെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നാം കാണുന്ന വിശ്വസ്തത എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പുത്രൻ മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് വാഗ്ദത്തം ചെയ്തു, നിത്യജീവൻ വാഗ്ദത്തം ചെയ്തു. നമുക്കായിട്ടുള്ള വീണ്ടെടുപ്പ് വേല പുത്രൻ അത് തന്റെ മേൽ ഏറ്റെടുത്തു. അത് തൃത്വത്തിലെ 3 വ്യക്തികൾ തമ്മിലുള്ള വാഗ്ദത്തത്തെ കാണിക്കുന്നതാണ്. ആ വാഗ്ദത്തത്തോട് പുത്രൻ വിശ്വസ്തത കാട്ടി. അതാണ് യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നാം കാണുന്ന വിശ്വസ്തത. നമുക്കൊരു നിമിഷം തീത്തോസിന് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 2-ാം വാക്യം നമുക്ക്
വായിച്ചു കേൾക്കാം. തീത്തോസ് 1:2 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് തൊട്ട് മുകളിൽ നാം കാണുന്നത് തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം. ഇനി അടുത്ത് നോക്കുക. സകല കാലത്തിനു മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. നോക്കുക, സകല കാലത്തിനു മുൻപേ എന്ന് വെച്ചാൽ കഴിഞ്ഞ നിത്യത. സൃഷ്ടിയൊക്കെ ഉരുവാകുന്നതിന് മുൻപ്, ആ സകല കാലത്തിന് മുൻപ്, കാലം ആരംഭിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ നിത്യതയെ കാണിക്കുന്നതാണ്. അന്ന് എന്തുണ്ടായി? ഭോഷ്കില്ലാത്ത ദൈവം എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തു. എന്ത് വാഗ്ദത്തം ചെയ്തു? നിത്യജീവൻ വാഗ്ദത്തം ചെയ്തു. നിത്യജീവൻ വാഗ്ദത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥമില്ല. കഴിഞ്ഞ നിത്യതയിൽ തന്നെ താൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ മനുഷ്യൻ പാപത്തിൽ വീഴുമെന്നുള്ളത് ദൈവം തന്റെ സർവജ്ഞാനത്തിൽ മുൻകണ്ടു. എന്നാൽ ആ വീഴുന്ന മനുഷ്യന് പാപത്തിൽ നിന്നുള്ള വിമുക്തിക്കുള്ള വഴികളും അവൻ കഴിഞ്ഞ നിത്യതയിൽ തന്നെ പുത്രനിൽ വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തം അന്നൊന്നുമില്ല, സൃഷ്ടിയില്ല. അപ്പോൾ ആ വാഗ്ദത്തം തൃത്വത്തിലെ 3 വ്യക്തികൾ തമ്മിലുള്ള വാഗ്ദത്തം. മനുഷ്യന് നീതീകരണം വരുവാൻ, നിത്യജീവൻ വരുവാൻ എന്താവശ്യമായിരിക്കുന്നുവോ അത് ചെയ്യുവാനുള്ള ആ ഉത്തരവാദിത്വം പുത്രൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്. കഴിഞ്ഞ നിത്യതയിൽ പുത്രൻ അത് ഏറ്റെടുത്തുവെങ്കിൽ 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തത അവൻ എന്ത് ഏറ്റെടുത്തുവോ അതവൻ നിവർത്തിച്ചു. 2 തിമോത്തിയോസിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിന്റെ 1-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എങ്ങനെ ആരംഭിക്കുന്നത് നോക്കുക. ക്രിസ്തുവേശുവിലുള്ള എന്ത്? ജീവന്റെ വാഗ്ദത്ത പ്രകാരം. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം. തീത്തോസ് 1:2 കണ്ട അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവേശുവിൽ നമുക്ക് ജീവന്റെ വാഗ്ദത്തമുണ്ട്. ഇത് കഴിഞ്ഞ നിത്യതയിൽ പിതാവ് നൽകിയ വാഗ്ദത്തം. ഇനി എന്തുണ്ടായി? അതിന്റെ 9-ാം വാക്യം നോക്കുക. അതിന്റെ 9-ാം വാക്യം 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ഉം 10-ഉം വായിക്കാം. നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ. നീണ്ട വാചകം. എന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പൗലോസ് അവിടെ കൊണ്ടുവരുന്നത് നോക്കുക. വിശദീകരിക്കുന്നില്ല, എന്നാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. 9, 10 വാക്യങ്ങൾ നാം കാണുന്നത് ഇങ്ങനെയാ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, പിന്നെ സകല കാലത്തിനും മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. ഇത് ഈ വാഗ്ദത്തത്തെ കുറിച്ചാ. സകല കാലത്തിന് മുൻപേ നൽകിയ വാഗ്ദത്തം, രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദത്തം, പുത്രനിൽ നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദത്തം. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോൾ മരണം നീക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ. അല്ലെങ്കിൽ എന്ത് വാഗ്ദത്തം ചെയ്തുവോ പുത്രൻ മുഖാന്തരം അത് പൂർത്തിയാക്കി. അതാണ് ക്രിസ്തുയേശുവിന്റെ വിശ്വസ്തത. ആ വിശ്വസ്തതയുടെ വിശദീകരണമാണ് 24, 25, 26 വാക്യങ്ങൾ, റോമാലേഖനം 3-ാം അധ്യായം. എന്താ നമ്മോട് കണ്ടത്? അവൻ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു, അവൻ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു, അവൻ നമുക്ക് നീതീകരണമായി തീർന്നു. ഇനി ഈ 3 വാക്കുകൾ ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ. 1-ാമത്തെ വാക്ക് വീണ്ടെടുപ്പ്. 24-ാം വാക്യത്തിലാണ് ആ വാക്ക് നാം കാണുന്നത്. വീണ്ടെടുപ്പ്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കല് വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെ നീതീകരിക്കപ്പെടുന്നു? വീണ്ടെടുപ്പ് മൂലം. പുത്രൻ മുഖാന്തരം നടന്ന വീണ്ടെടുപ്പ് വേല നിമിത്തം. എന്താണ് വീണ്ടെടുപ്പ്? സാധാരണ നാം അതിനെ ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. അടിമച്ചന്തയോട് ബന്ധപ്പെട്ട ഒരു വാക്കായത്. അടിമച്ചന്തയോട് ബന്ധപ്പെട്ട വാക്കാണ്. പണ്ട് കാലങ്ങളിൽ അടിമച്ചന്തകൾ സാധാരണമായിരുന്നു.
ഒരു അടിമയെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കൂലിക്ക് ആളെ വേണമെങ്കിൽ ആ ചന്തയിലേക്ക് പോവുക. ഇന്ന് നാം ചന്തയിലൊക്കെ പോയി സാധനം വാങ്ങുന്നത് പോലെ അവിടെ വില പേശി ആളുകളെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ വില പേശി വില നൽകി അവിടെ നിന്നും കൊണ്ടുവരുന്ന ആ ക്രിയ, അതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിരുന്നത്. നാം പാപത്തിന് വിൽക്കപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ നാം സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ പാതാളത്തിന് ആടുകളായി വിൽക്കപ്പെട്ടവരായിരുന്നു, പാപത്തിൻ കീഴിലായിരുന്നു, ജഡത്തിൻ കീഴിലായിരുന്നു, ലോകത്തിന്റെ പിന്നാലെയായിരുന്നു, പിശാചിന് അടിമകളായിരുന്നു, ഫറവോന് അടിമകളായിരുന്നു. എന്നാൽ ഇതാ കർത്താവ് നമുക്ക് വേണ്ടി വീണ്ടെടുപ്പായി തീർന്നു, വീണ്ടെടുപ്പുകാരനായി തീർന്നു. അവൻ നമ്മെ വീണ്ടെടുത്തു, അടിമത്വത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് പലയിടത്തും നാം കാണുന്നുണ്ട്. എന്നാൽ അത് പ്രധാനമായിട്ടും 4 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു. ആ വീണ്ടെടുപ്പെന്ന് നാം മലയാളത്തിൽ എല്ലായിടത്തും കാണുന്നു. എന്നാൽ മൂലഭാഷയിൽ നോക്കിയാൽ 4 വ്യത്യസ്തങ്ങളായ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ 4 വ്യത്യസ്തമായ വാക്കുകളും ഏതാണ്ട് പര്യായം പോലുള്ള പര്യായങ്ങളാണ്. എന്നാൽ അല്പാർത്ഥ വ്യത്യാസം അവയ്ക്കുള്ളവയാണ്. ഞാൻ ആ വാക്കുകൾ പറയുന്നില്ല, എന്നാൽ വാക്കുകളുടെ അർത്ഥം പറയാം. ഒന്നാമത്തെ വാക്കിനർത്ഥം അടിമച്ചന്തയിൽ വാങ്ങുക എന്നുള്ളതാണ്. അടിമച്ചന്തയിൽ വാങ്ങുക. രണ്ടാമത്തെ വാക്കിനർത്ഥം ആ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങുക. ഞാൻ നിന്നെന്ന് പറയുമ്പോൾ വാങ്ങി പുറത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രം അവിടെ. അടിമച്ചന്തയിൽ വാങ്ങുക, അടിമച്ചന്തയിൽ നിന്ന് വാങ്ങുക. മൂന്നാമത്തെ വാക്കിനർത്ഥം വില കൊടുത്ത്, അല്ലെങ്കിൽ വീണ്ടെടുപ്പ് വില കൊടുത്ത് വാങ്ങുക. നാലാമത്തെ അർത്ഥം വീണ്ടെടുത്ത് സ്വന്തമാക്കുക എന്നുള്ള അർത്ഥം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടെടുപ്പിന് 4 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മൂലഭാഷയിൽ. ഓരോ വാക്കിന്റെയും അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഒരു വാക്കിനർത്ഥം ചന്തയിൽ വാങ്ങുക. രണ്ടാമത്തെ വാക്കിനർത്ഥം ചന്തയിൽ നിന്ന് വാങ്ങുക. മൂന്നാമത്തെ വാക്കിനർത്ഥം വില കൊടുത്ത് വാങ്ങുക. നാലാമത്തെ വാക്കിനർത്ഥം വില കൊടുത്ത് സ്വന്തമാക്കുക. ഈ 4 അർത്ഥങ്ങൾ നോക്കിയാൽ വീണ്ടെടുപ്പിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വാക്ക് നോക്കിയാൽ നാം അടിമച്ചന്തയിലായിരുന്നു, നമ്മുടെ പഴയ അവസ്ഥയെ കാണിക്കുന്നതാണ്. രണ്ടാമത്തെ വാക്ക് നോക്കിയാൽ ഇപ്പോഴത്തെ അവസ്ഥ നാം കാണുന്നു. അവിടെ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവന്നു, വാങ്ങി പുറത്തു കൊണ്ടുവന്നു. വാങ്ങി അവിടെ പിന്നെയും വിൽക്കാനല്ല, പിന്നെ വാങ്ങി നമ്മെ പുറത്തു കൊണ്ടുവന്നു. മൂന്നാമത്തെ വാക്ക് നോക്കിയാൽ അങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ നൽകിയ വില നാം കാണുന്നു. വില കൊടുത്തു വാങ്ങി. എന്ത് വില? അവന്റെ രക്തം, അവന്റെ ജീവൻ നമുക്കായി തീർന്നു. നാലാമത്തെ വാക്ക് നോക്കിയാൽ എന്നിട്ട് എന്തുണ്ടായി എന്ന് നാം കാണുന്നു. വാങ്ങി അവൻ നമ്മെ സ്വന്തമാക്കി, അവൻ്റെതാക്കി. നാം ഇന്ന് അവനുള്ളവരാണ്, അവൻ നമുക്കുള്ളവരാണ്. ഒരു പുതിയ ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന പ്രയോഗമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അവൻ നമുക്ക് വീണ്ടെടുപ്പായിട്ട്. അതുകൊണ്ടാണ് നീതീകരണം സാധ്യമായിട്ടുള്ളത്. അവൻ നമുക്ക് വീണ്ടെടുപ്പായിട്ട്. പഴയ നിയമവും പുതിയ നിയമവും വായിച്ചാൽ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം വളരെ വിസ്തൃതമായി നമുക്ക് പോകാവുന്നതാ. നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ. നീതീകരണം എന്നുള്ള വിഷയത്തിൽ നാം ഇത് പരാമർശിക്കുക മാത്രം. അപ്പോൾ പുത്രന്റെ വിശ്വസ്തത, അതാണ് നാം ഓർത്തുകൊണ്ടിരുന്നത്. അതിലെന്താണ് നാം നടക്കുന്നത്? എന്താണ് നടന്നതായി കാണുന്നത്? അവൻ നമുക്ക് വീണ്ടെടുപ്പുകാരനായി തീർന്നു. രണ്ടാമത്തെ വാക്ക് ഞാൻ ഓർപ്പിച്ചത് പ്രായശ്ചിത്തം എന്നുള്ള വാക്ക്. പ്രായശ്ചിത്തം 25-ാം വാക്യത്തിൽ നാം ആ വാക്ക് കാണുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രൂശീകരണത്തെ കുറിച്ചാണ് നമ്മുടെ കാണുന്നത്. പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നത് അവൻ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. എന്താ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? മലയാളത്തിൽ നാം പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. പകരമാകുക തുടങ്ങിയുള്ള അർത്ഥങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയല്ല നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. ഇതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ആ അർത്ഥത്തിൽ പ്രായശ്ചിത്തമാകുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? കഴിഞ്ഞ ആഴ്ച നാം നിയമപെട്ടകത്തിന്റെ മുകളിലുള്ള അടപ്പ്, കൃപാസനത്തെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഓർക്കുന്നെന്ന് വിചാരിക്കുന്നു. ബത്ശമേശ്വരുമായിട്ടുള്ള ബന്ധത്തിൽ നാം അത് ചിന്തിച്ചതാണ്.
നിയമപെട്ടകത്തിന്റെ മുകളിൽ ആ, ഉള്ള അടപ്പാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. നിയമപെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന വസ്തുവായിരുന്നു, പീഠമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ മുകളിലുള്ളതാണ് അടപ്പായിട്ടിരിക്കുന്നതാണ് കൃപാസനം. ആ കൃപാസനത്തിന്റെ രണ്ട് വശത്ത് കെരൂബുകളുണ്ട്. അത് താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതിലേക്കൊന്നും നാം ഇപ്പൊ പോകുവാൻ ആവശ്യമില്ല. മാത്രമല്ല, നാം ഓർക്കുകയുണ്ടായി ഈ നിയമപെട്ടകത്തിനുള്ളിൽ എന്താണുള്ളത്. ഓർക്കുന്നുണ്ടോ? എന്താണ് അതിനുള്ളിലുള്ളത്? ഒന്ന്, 2 കൽപ്പനകൾ, 2 മന്ന ഇട്ടു വെച്ചിരുന്ന പാത്രം, 3 അഹരോന്റെ തളിർത്ത വടി. ഈ 3 കാര്യങ്ങൾ എന്തിനെ കാണിക്കുന്നു എന്നുള്ളത് നാം ഓർത്തു. മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത ഇസ്രയേലിയരുടെ 3 വലിയ പാപങ്ങളെ ഓർക്കുന്നത്. ആ 2 കൽപ്പനകൾ ഒറിജിനലായിട്ടുള്ളതല്ല. ഒറിജിനലായിട്ടുള്ളതിന് എന്ത് പറ്റി നമുക്കറിയാം. അത് പൊടിച്ച് ഇവരെ കൊണ്ട് കുടിപ്പിച്ചു. എന്ത് കാരണം? വിഗ്രഹാരാധന. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, വാർത്തുണ്ടാക്കി, അതിനെ ആരാധിച്ചു. അപ്പോൾ ഈ കൽപ്പനകൾ നാം കാണുമ്പോൾ അവരുടെ ആ പാപത്തെയാണ് ഓർക്കുന്നത്, വിഗ്രഹാരാധന എന്നുള്ള അവരുടെ പാപം. രണ്ടാമത്തത് നാം ഓർത്തത് മന്ന ഇട്ട് വെച്ച പാത്രം. അതെന്തിനെ ഓർപ്പിക്കുന്നു? അവരുടെ പിറുവെറുപ്പ്. ഞങ്ങൾക്കൊന്നും ഭക്ഷിപ്പാനില്ല, ഞങ്ങളെ കൊല്ലുവാൻ ഇവിടെ കൊണ്ടുവന്നു. അവർ ദൈവത്തോട് പിറുവെറുത്തു. അവരുടെ പിറുവെറുപ്പിനെയാണ് അത് ഓർപ്പിക്കുന്നത്. പിന്നെ അഹരോന്റെ തളിർത്ത വടിയോ? കോരഹ്, ദാഥാൻ, അബീറാം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 250 പേർ മോശയോടും അഹരോനോടും മത്സരിക്കുന്നത് നാം കാണുന്നുണ്ട്. ദൈവം ഇവരെയാണ് തിരഞ്ഞെടുത്തതെന്നുള്ളതിന്റെ തെളിവായി ഈ വടി, അഹരോന്റെ വടി തളിർത്തു. നമുക്കറിയാൻ ചരിത്രം, അതിലേക്ക് പോകാൻ ആവശ്യമില്ല. അപ്പോൾ അതും ഇവിടെ സാക്ഷ്യമായി വെച്ചിരിക്കുക. ഇതെന്തിനെ ഓർപ്പിക്കുന്നത്? മത്സരം. ഇസ്രയേലിന്റെ 3 വലിയ പാപങ്ങളെയാണ് ഈ 3 സംഗതികൾ ഓർപ്പിക്കുന്നത്. 1 വിഗ്രഹാരാധന, 2 പിറുവെറുപ്പ്, 3 മത്സരം. ഈ 3ഉം ഇപ്പോൾ ആ നിയമപെട്ടകത്തിലായിരിക്കുക. അത് ദൃശ്യമാണോ? ദൃശ്യമല്ല. അതിന് മുകളിൽ കൃപാസനം ഇരിക്കുക. ആ കൃപാസനത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ തുല്യമായിട്ടുള്ള ഗ്രീക്ക് വാക്കാണ് ഇവിടെ പ്രായശ്ചിത്തത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം. ആ ഉള്ളിൽ ഇവരുടെ പാപത്തെ ഓർപ്പിക്കുന്ന 3 വസ്തുക്കൾ ഉണ്ടെന്നുള്ളത് നാം ഓർത്തു. എന്നാൽ അവ ഇപ്പോൾ പുറത്തു കാണുന്നില്ല. കാരണം കൃപാസനം അത് അടച്ചിരിക്കുക, അത് മൂടിയിരിക്കുക. ആ കൃപാസനം മൂടിയിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ കൃപാസനത്തിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ തുല്യമായിട്ടുള്ള ഗ്രീക്ക് വാക്കാണ് ഇവിടെ പ്രായശ്ചിത്തത്തിന് ഈ റോമർ 3:25 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ ഇവിടെ ക്രിസ്തു നമുക്ക് പ്രായശ്ചിത്തമായി എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കേണ്ടത് എന്താണ്? ക്രിസ്തു നമുക്ക് കൃപാസനമായി തീർന്നു. നമ്മുടെ പാപത്തെ മറയ്ക്കുന്ന കൃപാസനമായി തീർന്നു. മറയ്ക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമവാക്ക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കേവലം മറയ്ക്കുകയല്ല, പിന്നെ നീക്കുക. ഇവിടെ നാം നോക്കുമ്പോൾ നീതീകരണത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ കേവലം നീക്കുകയും അല്ല, പിന്നെ അതവിടെ ഇല്ല. നമുക്കെതിരെ ഒരു കുറ്റവുമില്ല, നാം ഒന്നും ചെയ്തിട്ടേ ഇല്ല. അവൻ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു, അവൻ നമുക്ക് കൃപാസനമായി തീർന്നു. ഇതെത്രയോ വലിയ സംഗതി. നമ്മുടെ പാപം സംബന്ധിച്ച് ദൈവം എങ്ങനെ ഏർപ്പെട്ടു എന്ന് നോക്കുക. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള നിലയിലാണ് ദൈവം കൃപയാൽ ഏർപ്പെട്ടിരിക്കുന്നത്. 3ാമത്തെ വാക്ക് ഞാൻ അവിടെ ഓർപ്പിച്ചത് 26ാം വാക്യത്തിലെ ഒരു വാക്കാണ്, നീതീകരണം. 25ന്റെ അവസാനവും 26ഉം കൂടി ചേർത്ത് വായിക്കാം. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഇവിടെ മുൻകഴിഞ്ഞ പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുൻപുള്ള പാപം എന്നല്ല, പഴയ നിയമകാലത്തുള്ള വിശുദ്ധന്മാരുടെ പാപങ്ങൾ. അവർക്കും നീതീകരണത്തിനും പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനും കാരണമായി തീർന്നത് ക്രിസ്തുവിന്റെ ക്രൂശ. കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച വേല, അതാണ് മുൻകഴിഞ്ഞ പാപങ്ങൾ. ഇനിയും 26ാം വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ. ഇക്കാലത്ത് എന്ന് പറയുമ്പോ നമ്മെ കുറിക്കുന്നതാ. നമുക്കും നീതീകരണം.
മുൻകഴിഞ്ഞ പാപങ്ങൾ പഴയ നിയമവിശുദ്ധന്മാരുടെ പാപത്തെ ഓർപ്പിക്കുന്നതാണ്. ഇക്കാലത്ത് അല്ലെങ്കിൽ ഇന്നുള്ള ഈ കാലത്ത് അത് പുതിയ നിയമ ആ ദൈവമക്കളെ കാണിക്കുന്നതാണ്, നമ്മെ ഓർപ്പിക്കുന്നതാണ്. നമുക്ക് കർത്താവ് നീതീകരണമായി തീർന്നു. കർത്താവ് നീതീകരണമായി തീർന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: നമ്മുടെ പാപത്തെ അവൻ സ്വയം വരിച്ചു. മാത്രമല്ല, അവന്റെ വിശുദ്ധിയെ, നീതിയെ നമുക്ക് നമ്മുടെ കണക്കിലേക്ക് അവൻ ഇട്ട് തന്നു. ഇതെത്രയോ വലിയ സംഗതിയാണ്. നമ്മുടെ പാപത്തെ അവന്റെ മേലാക്കി, അവന്റെ പാപം നമ്മുടേതായി തീർന്നു. സോറി, അവന്റെ നീതി നമ്മുടേതായി തീർന്നു. നമ്മുടെ പാപം നിറഞ്ഞ കറപിടിച്ച വസ്ത്രം അവനെടുത്തു. അവന്റെ നീതിയുള്ള വസ്ത്രം, നീതി വസ്ത്രം നമ്മെ ഉടുപ്പിച്ചു. അതാണ് നീതീകരണം. അതെ, ദൈവിക കോടതിയിൽ പുത്രൻ പറഞ്ഞു, ഇവർ പാപം ചെയ്തിട്ടില്ല, ഇവർ ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണത് ചെയ്തത് ചെയ്തതെന്ന് അവൻ പറഞ്ഞുവെന്ന് മാത്രമല്ല, അതിന്റെ അടിയും അവൻ കൊണ്ടു, അതിന്റെ ശിക്ഷയും അവൻ വഹിച്ചു ക്രൂശിൽ. അതാണല്ലോ നാം കാണുന്നത്. അങ്ങനെ അവന്റെ നീതിയെ നമുക്കായിട്ട് കണക്കിട്ട കാര്യമാണ് നീതീകരണം എന്ന് പറയുന്നത്. നാം നീതിമാന്മാരെന്ന് സ്വർഗം പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, ഈ വിഷയങ്ങൾ നാം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയേണ്ടത്. ഓർക്കണം, നാം ഇവിടെ ആരംഭിച്ചതെന്ന് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതായിരുന്നു വെളിപ്പെട്ടിരുന്നത്, അതായിരുന്നു നമ്മളെ വീഴേണ്ടിയിരുന്നത്. അവന്റെ ക്രോധമായിരുന്നു നമ്മുടെ മീതെ ഉണ്ടായിരുന്നത്. ആ കരുണയുടെ കരങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ അത് നമ്മുടെ മേൽ വീണേനെ. എന്നാൽ പുത്രൻ നമുക്ക് നീതീകരണമായിരുന്നു. ആ കൃപയെ ഓർക്കാം. അതെ, നാം അവിടെ കണ്ടത്, പ്രധാനപ്പെട്ട ആ ഒരു വാക്കായിട്ട് നാം കണ്ടത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ. ഞാനത് വിശദീകരിച്ചത് യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത എന്നുള്ള അർത്ഥത്തിലാണ്. യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത എന്ന് വെച്ചാൽ, കാലത്തിന് മുൻപേ എന്ത് വാഗ്ദത്തം ചെയ്തുവോ യേശുക്രിസ്തു മുഖാന്തരം ദൈവം അത് നിവർത്തിച്ചു. പുത്രനതിൽ വിശ്വസ്തനായിരുന്നു. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് നിവർത്തിച്ചു. അവൻ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. അവൻ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. അവൻ നമുക്ക് നീതീകരണമായി തീർന്നു. അത് നിമിത്തം ആ പുത്രൻ എന്തായി തീർന്നുവോ അത് നിമിത്തം വിശ്വാസത്താൽ, കേവലം വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ, നീതീകരിക്കപ്പെടുവാൻ നമുക്ക് മുഖാന്തരമായി തീർന്നു, നമുക്ക് കാരണമായി തീർന്നു. ആ കൃപയെ നമുക്ക് ഓർക്കാം. അനവധി കാര്യങ്ങൾ അതോട് സംബന്ധിച്ച് ഇനിയും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ അതിലേക്കെല്ലാം പോകുവാനായിട്ട് ആവശ്യമില്ല. ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പുത്രനായിട്ട് നാം സ്തോത്രം ചെയ്തവർ മാത്രമല്ല, എട്ടാം അധ്യായത്തിന്റെ 33, 34 വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ നമുക്ക് ധൈര്യത്തോടെ പറയുവാനും സാധിക്കും. എന്താണ് അവിടെ നാം കാണുന്നത്? ആ 33, 34 വാക്യങ്ങൾ, അവനോടുകൂടെ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. തുടങ്ങി പല കാര്യങ്ങൾ അവിടെ 8-ാം അധ്യായത്തിന്റെ അവസാനം പൗലോസ് പറയുന്നതായി നാം കാണുന്നുണ്ട്. നോക്കുക, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. പൗലോസിന് പറയുമ്പോ സ്വർഗത്തിലുള്ള അപവാദിയെ താൻ ഓർക്കുകയായിരിക്കാം. കുറ്റം പറയുവാൻ ഒരാളുണ്ട്, എന്നാൽ താൻ വെല്ലുവിളിക്കുക, ആർ കുറ്റം ചുമത്തും? അവൻ നമ്മെ നീതീകരിക്കുന്നവനാണ്. ആ കൃപയെ നമുക്ക് ഓർക്കാം. പുത്രൻ മുഖാന്തരമുള്ള നീതീകരണത്തിനായിട്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. മാത്രമല്ല, നീതീകരിക്കപ്പെട്ടവർ പ്രായോഗിക നീതിയും കാട്ടി ജീവിക്കുവാൻ ഉള്ള ആവശ്യവുമുണ്ട്. ആ കാര്യത്തിനായിട്ടും നമുക്ക് തന്നെ സമർപ്പിതരായിരിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ നീതീകരണം എന്നുള്ള വാക്ക് നാം കാണുന്നുണ്ട്. അത് മനുഷ്യന്റെ മുൻപാകെയുള്ള നീതീകരണത്തെ കുറിച്ചാണ്. അതും നാം മറക്കുവാനായിട്ട് ഒരിക്കലും ഇടവരരുത്. ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചുവെങ്കിൽ മനുഷ്യന്റെ മുൻപാകെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രായോഗിക നീതിയും കാട്ടി ജീവിക്കുവാനായിട്ട് നമുക്കേറെ ആവശ്യമുണ്ട്. ആ നിലയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി ജീവിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അത് ഇന്ന് നാം കണ്ടത് നീതീകരണം സംബന്ധിച്ചുള്ള വിഷയം 3 കാര്യങ്ങൾ നാം കണ്ടു. ആദ്യം നാം കണ്ടത് അതിന്റെ അർത്ഥം. രണ്ടാമതായി നാം കണ്ടത് അത് പുത്രൻ മുഖാന്തരം വെളിപ്പെട്ട കാര്യം. മൂന്നാമത് നാം കണ്ടത് അത് നമുക്ക്
ആയിത്തീരുവാൻ, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുവാൻ പുത്രൻ എന്തായി തീർന്നു, അല്ലെങ്കിൽ ആ നീതീകരണത്തിന്റെ മാർഗമാ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ അർത്ഥവും അതിന്റെ വെളിപ്പാടും അതിന്റെ മാർഗവും. അതെ, നാം ഇനി ചിന്തിച്ച കാര്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കട്ടെ. നന്ദിയുള്ളവരായി ജീവിക്കാം. ഞാൻ ഓർപ്പിച്ചതുപോലെ നീതിയുള്ളവരായി ജീവിക്കാം. കാരണം നാം നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കും. കർത്താവിനെ നന്ദിയുള്ളവരായി അവനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇന്ന് നാം കേട്ട കാര്യങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.